ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പാഠങ്ങൾ ഓർമ്മിപ്പിച്ച് വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. വിവിധ പള്ളികളിലും പൊതു ഇടങ്ങളിലും നടന്ന ഈദ് നമസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ബലിപ്പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കാഞ്ഞങ്ങാട് സലഫി മസ്ജിദിൽ നടന്ന ബലിപ്പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ ഖുർആൻ പണ്ഡിതൻ മുഹാജിർ ഫറൂഖി നേതൃത്വം നൽകി. ലോകത്തിന്റെ പല ഭാഗത്തും ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാവണം ഈദ് ആഘോഷമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സന്തോഷത്തിലും ദുരിതത്തിലും ദൈവത്തിൽ ഭാരമേൽപ്പിച്ച പ്രവാചകൻ ഇബ്രാഹിമിന്റെ പാത പിന്തുടർന്നാൽ മാനവ സമൂഹത്തിന് സുരക്ഷയും സമാധാനവും ലഭിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഈദ് എന്ന വാക്കിന്റെ അർത്ഥം തിരിച്ചുവരവ്, മടങ്ങൽ എന്നൊക്കെയാണ്. നന്മകളിലേക്ക് അതുപോലെ ദൈവത്തിനുള്ള സമർപ്പണത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരിക എന്നതാണ് ഈദിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. നന്മകളിലേക്കാണ്. മലയാളത്തിൽ പുനരർപ്പണം എന്നൊരു വാക്കുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈദിന്റെ പരിഭാഷ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ റീസബ്മിഷൻ, അത് നമുക്കിപ്പോ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അറിയുന്നതാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് വിശ്വാസികൾ ആണ് ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്തത്. മണ്ണങ്കുഴി ജുമാ മസ്ജിദിൽ നടന്ന ഈദ് നമസ്കാരത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പെരുന്നാൾ നമസ്കാരത്തിനും തുടർന്ന് നടന്ന ഖുതുബക്കും പ്രമുഖ പണ്ഡിതൻ ഷബീബ് ഫൈസി നേതൃത്വം നൽകി. മാനവ സാഹോദര്യവും പരസ്പര സ്നേഹവും ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ പെരുന്നാൾ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. പെരുന്നാൾ ആഘോഷങ്ങൾ സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുക്കാതെ ചുറ്റുമുള്ള പാവപ്പെട്ടവരെയും പ്രയാസം അനുഭവിക്കുന്നവരെയും സഹായിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ അവശതകളും പരിഗണിച്ച് പ്രായഭേദമന്യേ നൂറുകണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും പങ്കുചേർന്നത്. നമസ്കാരത്തിന് ശേഷം പരസ്പരം ഈദ് ആശംസകൾ നേർന്നും സ്നേഹം പങ്കുവെച്ചുമാണ് വിശ്വാസികൾ പള്ളിയിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോസ്, കാസർഗോഡ് വിഷൻ.